നമസ്കാരം. ഇത് UGC നെറ്റ് ടോപ്പിക് ധർമ്മശാസ്ത്രം എന്ന ആദ്യത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ധർമ്മലക്ഷണങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ധർമ്മലക്ഷണം എന്ന് പറയുന്നത് മീമാംസയിൽ പറയുന്ന വേദപ്രതിപാദ്യ പ്രയോജനവദാർത്ഥോ ധർമ്മ എന്ന ലക്ഷണമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ധർമ്മഭേദങ്ങളാണ്. ധർമ്മം എത്ര തരത്തിലുണ്ട് എന്ന ചിന്തയാണ്. ധർമ്മഭേദാഃ മാനവീയ ആചരണദൃഷ്ട്യാ വ്യവഹാരദൃഷ്ട്യാ വാ വൈദികകാലാത് പ്രാരഭ്യ ഇദാनीं യാവത് ധർമ്മസ്യ ബഹുധാ ഭേദഃ ദേശകാലാനുസാരേണ ബഹുഭിഃ പ്രദർശിതഃ. അതായത് മത്സ്യപുരാണത്തിൽ ധാരാഗ്നിഹോത്ര സംബന്ധമിജ്യാ ശ്രൗതസ്യ ലക്ഷണം സ്മാർത്തോ വർണ്ണാശ്രമാചാരോ യമൈശ്ച നിയമൈർയുതഃ എന്ന് പറയുന്നു. അതുപോലെ പരാശരമാധവീയത്തിൽ എന്തു പറയുന്നു? അഗ്ന്യാധാനാദിപൂർവകോ അധീത പ്രത്യക്ഷവേദമൂലോ ദർശപൗർണമാസാദി ശ്രൗത അനുമിതപരോക്ഷശാഖാമൂല ശൗചാചമനാദി സ്മാർത്ത എന്നിങ്ങനെ പറയുന്നു. ഇത് വച്ചിട്ട് ധർമ്മം രണ്ട് തരത്തിലാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ധർമ്മത്തിനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഏതാണ്? ശ്രൗതം, സ്മാർത്തം. ശ്രൗതധർമ്മവും സ്മാർത്തധർമ്മവും എന്നിങ്ങനെ ധർമ്മം രണ്ട് തരത്തിലാണ്. ശ്രൗതധർമ്മത്തെ ഇഷ്ടി, പശുയാഗം, സോമയാഗം എന്നിങ്ങനെ മൂന്നായിട്ട് കൽപ്പിക്കുന്നു. ചിലരാകട്ടെ ധർമ്മത്തിനെ ഇപ്പോൾ രണ്ട് ഭേദമാണല്ലോ പറഞ്ഞത്, ശ്രൗതം സ്മാർത്തം എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ധർമ്മം. എന്നാൽ ചിലർ പറയുന്നുണ്ട് ധർമ്മം മൂന്ന് തരത്തിലാണ്. വേദം, സ്മൃതി, ശിഷ്ടാഗമം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് ധർമ്മം എന്ന് പറയുന്നു. അതിന് ഉദാഹരണം പറയണ ബൗധായന ധർമ്മസൂത്രത്തിൽ ഇങ്ങനെ പറയുന്നു: ഉപദിഷ്ടോ ധർമ്മ പ്രതിവേദം, സ്മാർത്തോ ദ്വിതീയ, തൃതീയ ശിഷ്ടാഗമ. അപ്പം ഇതനുസരിച്ച് അതുപോലെ മഹാഭാരതത്തിൻ്റെ അനുശാസന പർവത്തിൽ പറയുന്നു: വേദോക്ത പരമോ ധർമ്മ സ്മൃതിശാസ്ത്രഗതോ പരഃ ശിഷ്ടാചീർണ പരഃ പ്രോക്തസ്ത്രയോ ധർമാ സനാതനാഹ എന്ന് പറയുന്നു. മഹാഭാരതത്തിലും ബൗധായന ധർമ്മസൂത്രത്തിലും പറയുന്ന അനുസരിച്ച് എന്താണ്? ധർമ്മം മൂന്ന് തരത്തിലാണ്: വേദം, സ്മൃതി, ശിഷ്ടാഗമം എന്നിങ്ങനെ. ഇനി ധർമ്മത്തിൻ്റെ 6 ഭേദങ്ങൾ പറയാൻ പോവാണ്. ധർമ്മത്തിന് 6 ഭേദങ്ങളുണ്ട് എന്നുള്ളത് പ്രസിദ്ധമാണ്. ഏതൊക്കെയാണ്? വർണ്ണധർമ്മ, ആശ്രമധർമ്മ, വർണ്ണാശ്രമധർമ്മ, ഗുണധർമ്മ, നിമിത്തധർമ്മ, സാധാരണധർമ്മ. ഏതേ സ്മാർത്തധർമ്മത്വേന വിജ്ഞാനേശ്വരമഹോദയൈഃ യാജ്ഞവൽക്യസ്മൃതേഃ മിതാക്ഷരാ-ടീകായാം പ്രതിപാദിതഃ. യാജ്ഞവൽക്യസ്മൃതിയുടെ മിതാക്ഷര എന്ന് പറയുന്ന ഒരു ടീകയുണ്ട്. അത് എഴുതിയത് വിജ്ഞാനേശ്വരനാണ്. അദ്ദേഹം ഈ 6 ഭേദങ്ങളെ വർണ്ണധർമ്മം, ആശ്രമധർമ്മം, വർണ്ണാശ്രമധർമ്മം, ഗുണധർമ്മം, നിമിത്തധർമ്മം, സാധാരണധർമ്മം ഇവയെ സ്മാർത്തധർമ്മം എന്നാണ് വിളിക്കുന്നത്. ആര്? വിജ്ഞാനേശ്വരൻ. ഹേമാദ്രിഭട്ട ചതുർവർഗചിന്താമണൗ ഏതേഷാം വർണ്ണനം. അപ്പോൾ ഈ 6 ധർമ്മങ്ങളെയും 6 വിധത്തിലുള്ള ഈ ധർമ്മത്തിനെ ഹേമാദ്രിഭട്ടൻ ചതുർവർഗ ചിന്താമണിയിൽ പറയുന്നത് ഇങ്ങനെയാണ്, വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: വർണ്ണധർമ്മ സ്മൃതസ്ത്വേക ആശ്രമാണാമതഃ പരം, വർണ്ണാശ്രമസ്തൃതീയസ്തു ഗൗണോ നൈമിത്തികസ്തഥാ, വർണ്ണത്വമേകമാശ്രിത്യ യോ ധർമ്മ സംപ്രവർത്തത്തെ, വർണ്ണധർമ്മ സ ഉക്തസ്തു യഥോയനയനം നൃപ, ആശ്രമഞ്ച സമാശ്രിത്യ യോ ധർമ്മ സംപ്രവർത്തത്തെ സ ഖല്വാശ്രമധർമ്മസ്തു ഭിക്ഷാദണ്ഡാദികോ യഥാ, വർണ്ണത്വമാശ്രമത്വഞ്ച യോധികൃത്യ പ്രവർത്തത്തെ സവർണാശ്രമധർമ്മസ്തു സ്യാന്മൗഞ്ചീ മേഖലാ തഥാ, യോ ഗുണേന പ്രവർത്തേത ഗുണധർമ്മ സ ഉച്യത്തെ, യഥാ മൂർധാഭിഷിക്തസ്യ പ്രജാനാം പരിപാലനം, നിമിത്തമേകമാശ്രിത്യ യോ ധർമ്മ സംപ്രവർത്തത്തെ നൈമിത്തിക സ വിജ്ഞേയ പ്രായശ്ചിത്ത വിധർയഥ എന്ന്. അപ്പോൾ ഇവിടെ ധർമ്മങ്ങളുടെ 6 ഭേദങ്ങളാണ് പറയപ്പെട്ടത്. വർണ്ണധർമ്മ, ആശ്രമധർമ്മ, വർണ്ണാശ്രമധർമ്മ, ഗുണധർമ്മ, നിമിത്തധർമ്മ, സാധാരണധർമ്മ. അപ്പോൾ ഇത് എന്താണ് എന്നാണ് ഇനി വിചാരം ചെയ്യാൻ പോകുന്നത്. വർണ്ണധർമ്മ, ഒന്നാമത്തെ വർണ്ണധർമ്മം എന്നാൽ എന്താണ്?
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറഞ്ഞു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന്. അതായത് ഈ മനുഷ്യജാതിയെ 4 വർണ്ണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ. ഈ 4 വർണ്ണങ്ങളുടെ ധർമ്മത്തിനെയാണ് വർണ്ണധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ്റെ ധർമ്മം എന്താണ്? ബ്രാഹ്മണൻ്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ, ബ്രാഹ്മണന് 6 കർമ്മങ്ങളാണ് മനു പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം. അധ്യയനം പഠിക്കുക, അധ്യാപനം പഠിപ്പിക്കുക, യജനം യാഗം ചെയ്യുക, യാചനം യാഗം ചെയ്യിക്കുക, ദാനം പ്രതിഗ്രഹം ദക്ഷിണ സ്വീകരിക്കുക എന്നുള്ളത്, പ്രതിഗ്രഹം. അപ്പം ഇങ്ങനെ 6 കർമ്മങ്ങളാണ് ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ബ്രാഹ്മണൻ്റെ ധർമ്മം, ബ്രാഹ്മണ വർണ്ണത്തിൻ്റെ ധർമ്മം. അധ്യയനം, യജനം, ദാനം ചെയ്തി ത്രീണി ധർമാർത്ഥം. ഇതിൽ പഠിക്കുക, അധ്യയനവും യജനം യാഗം ചെയ്യുക എന്നുള്ളതും ദാനം എന്നുള്ളത്, ഇത് 3 ധർമ്മത്തിന് വേണ്ടിയിട്ടും അധ്യാപനവും യാഗം ചെയ്യിക്കുക, യാചനം എന്നുള്ളതും പ്രതിഗ്രഹവും ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ക്ഷത്രിയനും വൈശ്യനും ഇതുപോലെ ധർമ്മത്തിന് വേണ്ടിയിട്ട് അധ്യയനവും യജനവും ദാനവുമുണ്ട്. ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? യുദ്ധം. ക്ഷത്രിയൻ എന്താണ്? യുദ്ധം, അതൊരു ധർമ്മമാണ്. വൈശ്യനോ കച്ചവടം ചെയ്യുക തുടങ്ങിയിട്ടുള്ള ധർമ്മങ്ങൾ. ക്ഷത്രിയസ്യ ഇനി മനുസ്മൃതിയിൽ പറയാണ്, പ്രജാനാം രക്ഷണം ദാനമിജ്യാധ്യയനമേവച വിഷയേഷ്വപ്രസക്തിശ്ച ക്ഷത്രിയസ്യ സമാസതഃ. ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണെന്ന് മനുസ്മൃതിയിൽ പറയുന്നു. അപ്പോൾ ബ്രാഹ്മണൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വർണ്ണധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ യജനം, യാചനം, അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം എന്ന് പറയണം. ഇനി ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അധ്യയനം, യജനം, ദാനം, അതായത് ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അധ്യയനം, യജനം, ദാനം, പിന്നെ യുദ്ധം ചെയ്യുക എന്നുള്ളത്. വൈശ്യസ്യ കൃതേപി ധർമാർത്ഥം അധ്യയനം യജനം ദാനം ച പ്രോക്തം. ഈ വൈശ്യൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അധ്യയനം, യജനം, ദാനം, കൃഷി, ഗോരക്ഷ, വാണിജ്യാദീനി. വൈശ്യന് എന്താണ്? അധ്യയനം ചെയ്യാം, യാഗം ചെയ്യാം, അതുപോലെ ദാനം അതുകൊണ്ട്, പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? കൃഷി, ഗോരക്ഷ, വാണിജ്യം തുടങ്ങിയവയാണ് വൈശ്യന്. ശൂദ്രൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഇവരുടെ ഈ 3 വർണ്ണങ്ങളുടെയും സേവയാണ് ശൂദ്രൻ്റെ പരമമായിട്ടുള്ള ധർമ്മം. അപ്പോൾ അത് എന്താണ്? ജീവനോപായം കൂടിയാണ് ശൂദ്രന്. ആപത്കാലേ വിപ്രഹ ജീവനധാരണാർത്ഥം ശൂദ്രവൃത്തിം വിഹായ അപരേഷാം വൃത്തിമാഹർത്തും ശക്നുയാത്. ആപത്ത് കാലം വരുമ്പോൾ വിപ്രന്, അതായത് ബ്രാഹ്മണന് ജീവിക്കാൻ വേണ്ടിയിട്ട് ശൂദ്രൻ്റെ കർമ്മം ഒഴികെയുള്ള ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും കർമ്മങ്ങൾ ചെയ്യാം എന്ന് പറയുന്നു. ഇതാണ് വർണ്ണധർമ്മം, ഓരോ വർണ്ണത്തിനുമുള്ള ധർമ്മം. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ ബ്രാഹ്മണൻ്റെ ധർമ്മങ്ങളാണ് അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം, 6 ക്ഷത്രിയൻ്റെ ധർമ്മമോ അധ്യയനം, യജനം, ദാനം, യുദ്ധം എന്ന് പറയാം. ഇനി വൈശ്യൻ്റെയോ അധ്യയനം, യജനം, ദാനം, കൃഷി. ശൂദ്രൻ്റെ ഈ 3 വർണ്ണങ്ങളെയും സേവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് വർണ്ണധർമ്മം എന്ന് പറയുന്നത്. ഇനി ആശ്രമധർമ്മം. അപ്പോൾ ധർമ്മത്തിനെ 6ആയിട്ട് തിരിച്ചതിൽ ഒന്നാമത്തെ വർണ്ണധർമ്മത്തെ പറഞ്ഞു. ഇനി ആശ്രമധർമ്മം അത് പറയാം. ശതായുർവൈ പുരുഷ എന്നുണ്ട് എന്ന് ശ്രുതി പ്രമാണമുണ്ട്. അപ്പോൾ പുരുഷൻ്റെ ആയുസ്സിനെ 4ആയിട്ട് വിഭജിച്ചിട്ട് 4 ആശ്രമങ്ങളുണ്ടാക്കി. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം
ഈ ആശ്രമങ്ങളിൽ പൊതുവെ എല്ലാ ആശ്രമങ്ങൾക്കും ബാധകമായിട്ടുള്ള നിയമങ്ങളെ ആശ്രമധർമ്മങ്ങളെന്ന് പറയുന്നു. ഉപനയന സംസ്കാരം ചെയ്തതിന് ശേഷം 8ാമത്തെ വയസ്സിൽ ഗർഭത്തിൽ നിന്ന് 8ാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്യും. അപ്പോൾ ഉപനയനം ചെയ്ത് ആ 8ാമത്തെ വയസ്സിൽ ബ്രഹ്മചര്യം എന്നുള്ള ആശ്രമം തുടങ്ങുന്നു. അതിനുശേഷം ജ്ഞാനം നേടാൻ വേണ്ടി ആ ബ്രഹ്മചാരിയായിട്ടുള്ള ആ ശിശു ഗുരുകുലത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അവൻ നിത്യസ്നാനം, പിതൃതർപ്പണം, ദേവാർച്ചനം, പ്രാണായാമം, ഗായത്രി ജപം, സമിതാദാനം, ഭിക്ഷാടനം തുടങ്ങിയിട്ടുള്ള നിത്യനൈമിത്തിക കർമ്മങ്ങളൊക്കെ പഠിക്കുന്നു. അതുപോലെ അവൻ പലതും ത്യജിച്ചിട്ടാണ് ഈ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ തൈലാദിലേപനം, എണ്ണ തേക്കൽ, കജ്ജളധാരണം, വിഷയാഭിലാഷം, ഓരോ സുഖങ്ങളിലുള്ള അഭിലാഷം, ആഗ്രഹം, സുഖിച്ചിരിക്കുക, അതുപോലെ പരനിന്ദ, മറ്റുള്ളവനെ പറ്റി കുറ്റം പറയുക, ദേഷ്യം, ലോഭം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർജിച്ചിട്ടാണ് ബ്രഹ്മചാരി ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഇതൊക്കെ പഠിക്കുന്നത്. ഇങ്ങനെ സ്വാധ്യായ പ്രവചനാഭ്യാം കൃതോപനീതോ ദ്വിജഃ, ഇങ്ങനെയുള്ള ബ്രഹ്മചാരി ഗുരുവിൻ്റെ ഗൃഹത്തിൽ വസിച്ചിട്ട് 14 വിദ്യകളും പഠിക്കുന്നു. അങ്ങനെ ഗുരുവിന് യഥാവിധി ദക്ഷിണ കൊടുത്തിട്ട് സ്വന്തം ഗൃഹത്തിലേക്ക് പോകുന്നു. പോരുന്ന അവസരത്തിൽ മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ, സ്വാധ്യായാന്മാ പ്രവർത്തിതവ്യം എന്നുള്ള ദീക്ഷയെല്ലാം അവൻ എന്നുള്ള ദീക്ഷയെ അവൻ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള സ്നാതകൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ അനുരൂപയായ ഒരു കന്യയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ 25 വർഷാദാരഭ്യ 25ാമത്തെ വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ അവൻ ഗൃഹസ്ഥനായിട്ടിരിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ പഞ്ചമഹായജ്ഞങ്ങൾ വിധിവതനുഷ്ഠിക്കുന്നു. അതുപോലെ അവനൊരു പുത്രനുണ്ടായി. അഗ്നിയാധാനം തുടങ്ങിയ ശ്രൗതകർമ്മങ്ങൾ, സ്ഥലീപാക തുടങ്ങിയ സ്മാർത്ഥകർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ പഞ്ചമഹായജ്ഞങ്ങളെ പറ്റി മനു ഇങ്ങനെ പറയുന്നു. അധ്യാപനം ബ്രഹ്മയജ്ഞ, പിതൃയജ്ഞസ്തു തർപ്പണം, ഹോമോ ദൈവോ ബലിർഭൂതോ നൃയജ്ഞോതിഥി പൂജനം. ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് അധ്യാപനമാണ്, പഠിപ്പിക്കുക. തർപ്പണമാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. ഹോമമാണ് ദേവയജ്ഞം. ബലി ഭൂതയജ്ഞം. അതിഥി പൂജനമാണ് നൃയജ്ഞം. പശ്ചാത് 50തമേ വയസ്സി ലോലിതചർമ്മ ഗളിതദന്തഃ ഫലിതകേശശ്ച ഭൂത്വാ. അങ്ങനെ 50ാമത്തെ വയസ്സിൽ തൻ്റെ മകനെയും കൂടി കണ്ടിട്ട് അവൻ ഭാര്യയോട് കൂടിയോ അല്ലെങ്കിൽ തന്നെയോ വനത്തിലേക്ക് പോകുന്നു. മനു പറയുന്നു, ഗൃഹസ്ഥസ്തു യഥാ പശ്യേത് വലിപലിതമാത്മനഃ അപത്യസ്യൈവ ചാപത്യം തദാരണ്യം സമാശ്രയേത് എന്ന്. അങ്ങനെ ബ്രഹ്മചര്യാശ്രമം സമാപിച്ച് ഗൃഹസ്ഥനായിത്തീരുന്നു. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വനത്തിലേക്ക് പോകുന്നു. വനത്തിലേക്ക് പോയതിനു ശേഷം സന്യസിക്കുന്നു. ഇങ്ങനെ 4 വർണ്ണങ്ങളുടെ വ്യവസ്ഥ ഭാരതീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ 4 വർണ്ണങ്ങളുടെ ധർമ്മത്തിനെയാണ് വർണ്ണധർമ്മം എന്ന് പറയുന്നത്. एवं ब्रह्मचर्यं समाप्य गृही भवेत्, गृही भूत्वा वनी भवेत्, वनी भूत्वा प्रव्रजेदिति 4 वर्णानां व्यवस्था भारतीयसमाजे अवलोक्यते. एतेषामेव वर्णानां धर्मः वर्णधर्मः इत्युच्यते. അങ്ങനെ ആദ്യം ധർമ്മഭേദങ്ങളിൽ വർണ്ണധർമ്മം പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ പറഞ്ഞത് ആശ്രമധർമ്മമാണ്. ആശ്രമധർമ്മം പറഞ്ഞു. ഇനി വർണ്ണാശ്രമധർമ്മം പറയാൻ പോകുന്നു. വർണ്ണാശ്രമധർമ്മ ഇത്യുക്തെ ആശ്രമവിശേഷേ വർണ്ണവിശേഷസ്യ കൃതേ നിർദ്ധാരിതഃ ധർമ്മഃ വർണ്ണാശ്രമധർമ്മ ഇത്യുച്യത്തെ. അതായത്
अस्माकं भारतीयधर्मशास्त्राधारेण सर्वेषां मानवानां जीवनकाले 4 ആശ്രമാः സന്തി. ഓരോ മനുഷ്യൻ്റെയും ജീവിതകാലത്തിൽ 4 ആശ്രമങ്ങളുണ്ടെന്ന് പറഞ്ഞു. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. അപ്പോൾ പുനശ്ചത്വാരോപി വർണ്ണാः കർമ്മവിഭാഗാനുസാരം പരികൽപ്പിതാः. അപ്പോൾ എന്താണ്, ബ്രഹ്മചര്യ ആശ്രമത്തിൽ അതുപോലെ 4 വർണ്ണങ്ങളുമുണ്ടല്ലോ. ബ്രാഹ്മണവർണ്ണം, ക്ഷത്രിയവർണ്ണം, വൈശ്യവർണ്ണം, ശൂദ്രവർണ്ണം. അപ്പോൾ ഏവം പ്രകാരേണ വർണ്ണാശ്രമധർമ്മ ഇത്യസ്യ അഭിപ്രായോയം യത് ബ്രഹ്മചര്യാശ്രമേ ബ്രാഹ്മണധർമ്മഃ ഗൃഹസ്ഥാശ്രമേ ബ്രാഹ്മണധർമ്മഃ. അപ്പോൾ എന്താണ് ഈ വർണ്ണാശ്രമധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, എല്ലാവർക്കും 4 ആശ്രമങ്ങളുണ്ട്. ബ്രഹ്മചര്യാശ്രമം തുടങ്ങി 4 ആശ്രമങ്ങളുണ്ട്. അപ്പോൾ ബ്രഹ്മചര്യാശ്രമത്തിലെ ബ്രാഹ്മണൻ്റെ ധർമ്മം ഇതാണ് എന്നൊരു ധർമ്മമുണ്ട്. അപ്പോൾ അത് വർണ്ണാശ്രമധർമ്മമാണ്. ഇനി ഗൃഹസ്ഥാശ്രമത്തിലെ ബ്രാഹ്മണൻ്റെ ധർമ്മം ഇതാണ്, വാനപ്രസ്ഥാശ്രമത്തിലെ ബ്രാഹ്മണൻ്റെ ധർമ്മം ഇതാണ്, സന്യാസാശ്രമത്തിലെ ബ്രാഹ്മണൻ്റെ ധർമ്മം ഇതാണ്, അങ്ങനെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്ഷത്രിയന്മാരെടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മചര്യാശ്രമത്തിലെ ക്ഷത്രിയൻ്റെ ധർമ്മം ഇതാണ്, ഗൃഹസ്ഥാശ്രമത്തിലെ ക്ഷത്രിയൻ്റെ ധർമ്മം ഇതാണ്, വാനപ്രസ്ഥാശ്രമത്തിലെ ക്ഷത്രിയൻ്റെ ധർമ്മം ഇതാണ്, സന്യാസാശ്രമത്തിലെ ക്ഷത്രിയൻ്റെ ധർമ്മം ഇതാണ്. ഇതുപോലെ തന്നെ വൈശ്യനും ശൂദ്രനും ഒക്കെ ഇങ്ങനെ ധർമ്മങ്ങളുണ്ട്, വർണ്ണാശ്രമ ധർമ്മങ്ങളുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് വർണ്ണാശ്രമ വ്യവസ്ഥ കേവലം ഹിന്ദുധർമ്മത്തിനാണുള്ളത്. അതുകൊണ്ട് വർണ്ണാശ്രമധർമ്മം എന്ന് പറയുമ്പോൾ ഹിന്ദുധർമ്മം എന്ന് പറയാം. വർണ്ണാശ്രമധർമ്മ വിഷയം മനുസ്മൃതിയിലും യാജ്ഞവൽക്യ സ്മൃതിയിലും പുരാണങ്ങളിലുമൊക്കെ നല്ല രീതിയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഗൃഹസ്ഥാശ്രമസ്യ അധികാരിണഃ സർവേ വർണ്ണാഃ, എല്ലാ വർണ്ണങ്ങളും, ബ്രാഹ്മണനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, വൈശ്യനായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, എല്ലാ വർണ്ണങ്ങളും ഗൃഹസ്ഥാശ്രമത്തിന് അധികാരികളാണ്. ബ്രഹ്മചര്യാശ്രമത്തിന് അധികാരികളാകുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും മാത്രമാണ്. വാനപ്രസ്ഥാശ്രമത്തിന് അധികാരികളാകുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രമാണ്. സന്യാസാശ്രമത്തിന് അധികാരികളാകുന്നത് ബ്രാഹ്മണൻ മാത്രമാണ്. ഇങ്ങനെയാണ് പറയുന്നത്. സന്യാസാശ്രമത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാരണം ഇത് വളരെ ദുസ്സഹമായിട്ടുള്ള ആശ്രമമാണ്. ഓരോ ആശ്രമങ്ങളിലും ഓരോ വർണ്ണങ്ങളിൽപ്പെട്ടവർ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്ന് സ്മൃതി ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത് എന്നിവിടെ പറയുന്നു. അപ്പോൾ തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.